ഒരു സ്ത്രീ കല്യാണം കഴിച്ചു, ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു, ഒരു ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകണം. ഭർത്താവ് നാട്ടിലില്ല, വിദേശത്താണ്. കല്യാണം കഴിഞ്ഞ ആൾ പോയി. ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഉണ്ട്. അവരോട് ഒന്ന് വീട്ടിലേക്ക് പോകണം എന്ന് ചോദിക്കാൻ മടിയുണ്ടാവുക ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഓഫീസിൽ കുറച്ച് നേരത്തെ ഒന്ന് പോകണം, അത്യാവശ്യമാണ്. അതാ മേലധികാരോട് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിക്കാൻ പറ്റുന്നില്ല. ചിലവരോട് നമുക്ക് ദേഷ്യമൊക്കെ വരും. അതായത് ചിലപ്പോൾ ഓഫീസിലെ ബോസോടായിരിക്കും, അല്ലെങ്കിൽ ഹയർ ഓഫീസറോടായിരിക്കും. ഇത് പറയണമെന്നുണ്ട്, പക്ഷേ പറഞ്ഞിട്ടില്ല. അല്പം ഭയോ എന്തോ കാരണങ്ങൾ കൊണ്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് അതന്നെ ആലോചിച്ചുകൊണ്ട് പറയണമായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരാളോട് കോൺഫിഡൻ്റ് ആയി വളരെ ക്ലിയർ ആയി കാര്യങ്ങൾ പറയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ പറ്റുന്നില്ല. അങ്ങനെ പറയുന്ന ആ രീതിക്കാണ് അസർട്ടീവ്നെസ് എന്നൊക്കെ പറയുന്നത്. വിശദമായിട്ട് നമുക്ക് പഠിച്ചു നോക്കാം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാളിറ്റിയായി മാറണം, ഒരു ശീലമായി മാറണം. അതായത് നമുക്കത് ഇല്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മുടെ ജീവിത വിജയത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അതിന് ആദ്യത്തെ ചുവട് എന്ന് പറയുന്നത് നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കമ്മ്യൂണിക്കേറ്റർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്താണ് എന്ന് ആദ്യം തിരിച്ചറിയണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ്, റൈറ്റ് മൈൻഡ് സെറ്റ്. ഇനി മൂന്നാമത്തെ കാര്യം, റൈറ്റ് ബോഡി ലാംഗ്വേജ്, ശരിയായ ബോഡി ലാംഗ്വേജ്. ഇനി നാലാമത്തെ കാര്യം, സ്റ്റെപ്പ് എന്താണെന്നറിയോ? അഡോപ്റ്റ് റൈറ്റ് എക്സ്പ്രഷൻസ്. ഞാൻ 2-3 സാഹചര്യങ്ങൾ പറയാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 2-3 സിറ്റുവേഷൻസ് പറയാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓഫീസിൽ ചെയ്തു, പക്ഷെ ഒരാളും അംഗീകരിക്കുന്നു. അല്ലെ നിങ്ങളൊരു അധ്യാപികയാണ്, സ്കൂളിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സജീവമായി ഇടപെട്ട് ചെയ്തു, പക്ഷെ ആരും അംഗീകരിക്കുന്നില്ല. വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സ്ഥിരമായി ഭർത്താവിനൊക്കെ കൊടുക്കും, പക്ഷെ അവിടുന്ന് ഒരു അംഗീകാരമില്ല. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അംഗീകാരം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ച് കിട്ടാത്തവർ ഒരു വിഭാഗം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളിൽ ചിലവരോട് നമുക്ക് ദേഷ്യമൊക്കെ വരും. അതായത് ചിലപ്പോൾ ഓഫീസിലെ ബോസോടായിരിക്കും, അല്ലെങ്കിൽ ഹയർ ഓഫീസറോടായിരിക്കും. ഇത് പറയണമെന്നുണ്ട്, പക്ഷേ പറഞ്ഞിട്ടില്ല. അല്പം ഭയോ എന്തോ കാരണങ്ങൾ കൊണ്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് അതന്നെ ആലോചിച്ചുകൊണ്ട് പറയണമായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഒരു സ്ത്രീ കല്യാണം കഴിച്ചു, ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു, ഒരു ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകണം. ഭർത്താവ് നാട്ടിലില്ല, വിദേശത്താണ്. കല്യാണം കഴിഞ്ഞ ആൾ പോയി. ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഉണ്ട്. അവരോട് ഒന്ന് വീട്ടിലേക്ക് പോകണം എന്ന് ചോദിക്കാൻ മടിയുണ്ടാവുക ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഓഫീസിൽ കുറച്ച് നേരത്തെ ഒന്ന് പോകണം, അത്യാവശ്യമാണ്. അതാ മേലധികാരോട് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു, സമാനമായ സിറ്റുവേഷൻ ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീ എന്ന് ടൈപ്പ് ചെയ്യാം. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒട്ടനവധി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് മീ എന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സമയം കാത്തിരിക്കാം. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഹൗ ടു ബി അസർട്ടീവ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും നമ്മൾ അത്ര ഗൗരവമായി കാണാത്തതുമായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരാളോട് കോൺഫിഡൻ്റ് ആയി വളരെ ക്ലിയർ ആയി കാര്യങ്ങൾ പറയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ പറ്റുന്നില്ല. അങ്ങനെ പറയുന്ന ആ രീതിക്കാണ് അസർട്ടീവ്നെസ് എന്നൊക്കെ പറയുന്നത്. വിശദമായിട്ട് നമുക്ക് പഠിച്ചു നോക്കാം. ഇനി നമുക്ക് ഈ അസർട്ടീവ്നെസ്സിന്റെ ഒരു നിർവചനം നോക്കാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു എക്സ്പ്രസ് ആൻഡ് ഡിഫെൻഡ് യുവർ നീഡ്സ്, ഫീലിംഗ്സ്, റൈറ്റ്സ്, ഡിസയേഴ്സ്, റിക്വസ്റ്റ് ഇൻ എ കാം ആൻഡ് റെസ്പെക്ട്ഫുൾ വേ. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചില കഴിവുകൾ, അസർട്ടീവ്നെസ് ഒരു കഴിവ് തന്നെയാണ് ശരിക്കും. അതായത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ, നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ സധൈര്യം പ്രകടിപ്പിക്കാനും ചിലത് പ്രതിരോധിക്കാനും വളരെ ശാന്തമായും അതുപോലെ ബഹുമാനമൊക്കെ നൽകിക്കൊണ്ട് തന്നെ ചെയ്യുകയും ചെയ്യുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. അതായത് പലതും നമ്മൾ പറയുന്നതിൽ നിന്ന് നമ്മളെ പിടിച്ചു നിർത്തുന്ന, ഹോൾഡിംഗ് ബാക്ക് ചെയ്യുന്ന കാര്യങ്ങളെ
അങ്ങ് അല്ലാതാക്കുക. ഇറ്റ് ഈസ് അബൌട്ട് ബീങ് തോട്ട്ഫുൾ വിത്തൗട്ട് ഹോൾഡിംഗ് ബാക്ക് എന്നാണ് പറയുന്നത്. അതായത് മുന്നോട്ട് നമ്മൾ പറയുന്നതിനെ പിടിച്ചു വെക്കുന്നതിൽ നിന്ന് ഇല്ലാതാക്കുക. അതോടൊപ്പം തന്നെ ഇത് വളരെ ഫേം ആയിരിക്കണം, ഡിസിസീവ് ആണ്, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർഫുൾ ആൻഡ് റെസ്പെക്ട്ഫുൾ ആണ്. ഇങ്ങനെയൊക്കെ ചേർന്ന ഒരു കഴിവാണ് യഥാർത്ഥത്തിൽ ഈ അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. ഇതെല്ലാ വ്യക്തികൾക്കും അത്യാവശ്യമായ ഒന്നുമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് മറ്റോട് പറയാനുള്ള കാര്യങ്ങൾ സധൈര്യം പറയുന്ന, പ്രതികരണശേഷി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ അസർട്ടീവ്നെസ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കൂടെ ആവർത്തിക്കാം, അത് മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റി ഒന്നും ബാധിക്കാതെ വളരെ ശാന്തമായി നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ഇന്നത്തെ നമ്മുടെ വിഷയം, അതായത് അസർട്ടീവ്നെസ്സിനെ കുറിച്ച് വളരെ വിശദമായി പഠനം നടത്തിയത് ഇവാന ക്യൂറി എന്ന അമേരിക്കക്കാരിയാണ്. അവരെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇവാന ക്യൂറിയെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ assertive.comന്റെ ഫൗണ്ടറും സിഇഒയുമാണ്. അവർ ഇന്റർനാഷണൽ MBA എടുത്തിരിക്കുന്നത് ഇൻസെഡിൽ നിന്നാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ബൈ പ്രൊഫഷൻ. അതോടൊപ്പം തന്നെ ഒരുപാട് ഇന്റർനാഷണൽ കമ്പനികളിൽ അവർ കോർപ്പറേറ്റ് രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ജോൺസൺ ആൻഡ് ജോൺസൺ, ഇത്തിഹാദ് എയർവേസ് എന്നീ കമ്പനികൾ അതിൽ ചിലത് മാത്രമാണ്. അവർ ഒരു പബ്ലിക് സ്പീക്കറും ഒരു പോഡ്കാസ്റ്ററുമാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു മിഷൻ തന്നെ ഹെൽപ്പ് പ്രൊഫഷണൽസ് ടു സ്പീക്ക് അപ്പ് ആൻഡ് ബി അസർട്ടീവ്. അതോടൊപ്പം തന്നെ അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്സ് നടത്തിയിട്ടുണ്ട്, ഒരുപാട് നടത്തിക്കൊണ്ടിരിക്കുന്നു വേൾഡിൽ. ഫോബ്സ് മാഗസിന്റെ ഒരു കോൺട്രിബ്യൂട്ടർ ആണ്. ഇത്തരത്തിൽ ഈ മേഖലയിൽ ഏറെ പഠനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇവാന ക്യൂറി. അസർട്ടീവ്നെസ്സിനെ കുറിച്ച് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുക: അസർട്ടീവ്നെസ് ഈസ് അറ്റ് ദ ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ നെഗോഷിയേഷൻ, കോഗ്നിറ്റീവ് സൈക്കോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നിങ്ങൾക്കിവിടെ ചിത്രം കാണാം. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെയും നെഗോഷിയേഷന്റെയും കോഗ്നിറ്റീവ് സൈക്കോളജിയുടെയും ഒരു ഇന്റർസെക്ഷൻ ആണ് ഈ അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ആശയവിനിമയത്തിനുള്ള കഴിവാണ്. അതോടൊപ്പം നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു, ആ പ്രശ്നത്തെ നമ്മുടെ അനുകൂലമായൊക്കെ മാറ്റുന്ന വിധത്തിലുള്ള പോസിറ്റീവായ ഒരു ചർച്ചയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ആൻഡ് മെന്റൽ, നമ്മുടെ ആന്തരികമായ മാനസികമായ എല്ലാ ആശയങ്ങളും, ഐഡിയാസ് ആൻഡ് പ്രോസസ്, അതിന്റെ പ്രോസസ്സിനൊക്കെ ചേർന്ന് പറയുന്ന പേരാണ് ഈ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. അത് നമ്മുടെ ക്ലിയർ തിങ്കിങ്ങിനെ ഏറെ സഹായിക്കും. ചുരുക്കത്തിൽ ഈ മൂന്നും ഒരു ഇന്റർസെക്ട് ചെയ്താൽ ഒന്നിച്ച് ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ആ ചിത്രം വ്യക്തമാണ്. ഇതാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. അസർട്ടീവ്നെസ്സിനെ കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തരുമോ? ഇനി അത് ഇല്ല എന്ന് വെച്ച ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് എ സ്കിൽ. ഏത് സ്കില്ല് നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ നീന്തൽ പഠിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നമുക്ക് സ്കിൽ ഏരിയയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അസർട്ടീവ്നെസ് ക്യാൻ ബി ലേൺഡ് ബിക്കോസ് ഇറ്റ്സ് എ സ്കിൽ. അപ്പൊ നമുക്കത് കുറിച്ച് കൂടുതൽ അറിയുകയും പഠിക്കുകയും പ്രാക്ടീസും ചെയ്താൽ നമുക്കത് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു സ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് പോലെ, അതായത് നീന്തലാവാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാഷ പഠിക്കുന്നതാവാം, അല്ലെങ്കിൽ കുക്കിംഗ് ആവാം, ഏതാവട്ടെ. ഈ സ്കിൽ നമ്മൾക്ക് ആദ്യം അറിയാത്തായിരിക്കും, പിന്നീട് നമ്മൾ ലേൺ ചെയ്തു, അതിനുശേഷം നമ്മുടെ ഒരു ഹാബിറ്റ് ആവും, അപ്പോഴത് നമ്മുടേതായി മാറും. അതാണ് ഏറ്റവും വലിയ പാഠം നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, ഈ അസർട്ടീവ്നെസ് എല്ലാ സമയത്ത് വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് അസർട്ടീവ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ യു ഫീൽ ഗിൽറ്റി ഓർ ഷെയിംഫുൾ അബൌട്ട് ആൻ ഇന്ററാക്ഷൻ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സംഭാഷണമോ ഇടപെടലോ നടത്തുന്ന സമയത്ത് ഒരു കുറ്റബോധം, ഗിൽറ്റി, അല്ലെങ്കിൽ ഒരു നാണക്കേട്, ലജ്ജ, ഷെയിംഫുൾ, ഇങ്ങനെയുള്ള ഒരു സമയം വരുന്നത്. അതായത് നമുക്ക് ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല, നമ്മളെ തടസ്സപ്പെടുത്തുന്നത് ഈ കുറ്റബോധവും ഈ പറഞ്ഞ നാണക്കേടൊക്കെയാണ്, അല്ലെങ്കിൽ ലജ്ജയൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അസർട്ടീവ്നെസ് ഉപയോഗിക്കണം. എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പഠിക്കണം. ഇനി മറ്റൊരു സാഹചര്യം പറയാം. വെൻ യു ഫീൽ റിസൻഫുൾ, സ്ട്രെസ്ഡ് ഓർ കൺഫ്യൂസ്ഡ്. അതായത് പ്രധാനപ്പെട്ട നെഗറ്റീവ് വികാരങ്ങളായ നീരസം അല്ലെങ്കിൽ വെറുപ്പ് ഒക്കെ ഉണ്ടാവുന്നു ഒരാളോട്. അതേപോലെ സ്ട്രെസ്ഡ് ആവുന്നു, വളരെയധികം അസ്വസ്ഥത ഉണ്ടാവുന്നു. മൂന്നാമത് കൺഫ്യൂഷൻ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നു. ഇങ്ങനെയൊക്കെ വരുന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് അസർട്ടീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സും കൺഫ്യൂഷനും റിസെൻറ്റ്ഫുൾനെസ്സും ഒക്കെ ഉണ്ടാക്കും. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ആ സമയത്ത് നമ്മൾ അസർട്ടീവ് ആവണം. പലരും എന്തായാലും അസർട്ടീവ് ആവില്ല.
അതാണ് നമുക്കുണ്ടാകുന്ന ഒരു കുഴപ്പം എന്ന് പറയുന്നത്. ഇനി അടുത്ത സാഹചര്യം എന്ന് പറയുന്നത് വെൻ യു ലീഡ്. നിങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലീഡർ ആവേണ്ടി വരും. ഉദാഹരണത്തിന് നിങ്ങൾ ഓഫീസിന്റെ ഹെഡായി, അല്ലെങ്കിൽ ഒരു ടീമിന്റെ ഹെഡായി, ഇങ്ങനെയുള്ള ഏത് മേഖലയിലും നമ്മുടെ ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അസർട്ടീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ പലപ്പോഴും കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആശയങ്ങളുമായി യോജിക്കാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ടീമിൽ വരാം. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നതിന് അസർട്ടീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ ലീഡേഴ്സും ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത സാഹചര്യം എന്ന് പറയുന്നത് വെൻ യു വാണ്ട് ടു ആസ്ക് ഫോർ സംതിങ്. നമുക്ക് എന്തെങ്കിലും ഒരാളോട് ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല കാര്യങ്ങളും നമുക്ക് സഹായം തേടേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ആരോടാണോ ചോദിക്കുന്നത് അവരോട് നമ്മൾ അസർട്ടീവായിട്ടാണ് സംസാരിക്കേണ്ടത്. അതൊരു സാഹചര്യമാണെന്ന് ഓർക്കുക. ഇനി ഒരു സാഹചര്യം വെൻ യു വാണ്ട് ടു സേ നോ. നമ്മൾ ചിലപ്പോൾ നോ പറയേണ്ടി വരും. പലരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പം തന്നെ കാണുന്നത് അവർ നോ പറയില്ല, അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെന്നുപെടും. അതിന് പകരം നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ പ്രൈവസിയെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് നോ എന്ന് പറയണമെങ്കിൽ അവിടെ അസർട്ടീവ്നെസ് നമുക്കുണ്ടായേ പറ്റും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എപ്പോഴൊക്കെ നോ പറയുമ്പോൾ നമുക്ക് അസർട്ടീവ് ആവേണ്ടി വരും. ഇനി മറ്റു സാഹചര്യം വെൻ യു വാണ്ട് ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻസ്. നമുക്ക് പലപ്പോഴും നമ്മുടെ അഭിപ്രായം പറയേണ്ടി വരും. എനിക്കൊന്നും കുറേ ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം അവരുടെ അഭിപ്രായം ഒന്നും പറയില്ല, മറ്റവർ പറയട്ടെ എന്നുകൊണ്ട് കാത്തിരിക്കും. അങ്ങനെയല്ല, നമ്മൾ പലപ്പോഴും ജീവിത വിജയം നേടുമ്പോൾ നമ്മൾ ഒപ്പീനിയൻസ് പറഞ്ഞേ പറ്റൂ. ആ സമയത്ത് നമ്മൾ അസർട്ടീവ് ആയിരിക്കണം. അപ്പോൾ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അഭിപ്രായങ്ങൾ പറയേണ്ട സമയം. ഇനി വളരെ രസകരമായ മറ്റൊരു സാഹചര്യമുണ്ട്. വെൻ അതേഴ്സ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് യു. അതായത് നിങ്ങളെ അവർ മറ്റുള്ളവർ ഉപയോഗിക്കും. പലപ്പോഴും ജീവിതത്തിൽ അങ്ങനെ പറ്റിയിട്ടുണ്ടാവും, എനിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അതായത് നമ്മളുടെ കഴിവിനെയാവോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളെയാവോ ഒക്കെ മറ്റുള്ളവർ ഉപയോഗിക്കും. അത് നമ്മൾ അറിയണമെന്നില്ല. ആ സമയത്ത് നമ്മൾ അസർട്ടീവ് ആയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നത്തിൽപ്പെടും. അപ്പോൾ ആ സാഹചര്യം വളരെ ഓർമ്മിക്കേണ്ട കാര്യമാണ്. അതായത് മറ്റുള്ളവർ നമ്മളെ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ അത് അറിയാൻ വലിയ പണിയൊന്നുമില്ല, നമ്മളൊന്ന് അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ആ സമയത്ത് നമ്മൾ അസർട്ടീവായേ പറ്റൂ. അതായത് ഇത്രയും കുറേ സാഹചര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, ഇതല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ പ്രധാനപ്പെട്ട കുറച്ച് സാഹചര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ കണ്ടുള്ളൂ, അല്ലാത്ത സാഹചര്യങ്ങളുമുണ്ട്. ഇങ്ങനെ നമ്മൾ അസർട്ടീവ് അല്ലെങ്കിൽ പല സാഹചര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾക്കൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഒന്ന്, സ്ട്രെസ് ഉണ്ടാവും. നമ്മൾ വെറുതെ അനാവശ്യമായ ഒരുപാട് സ്ട്രെസ് തലയിൽ വെക്കേണ്ടി വരും. കാരണം അസർട്ടീവായിട്ട് ഒന്നും ചെയ്യില്ല, അല്ലെ പറയില്ല. രണ്ടാമത്, ലീഡ് ടു ലോ സെൽഫ് എസ്റ്റീം. അതായത് നമ്മളെ കുറിച്ച് തന്നെ ഒരു മതിപ്പ് ഉണ്ടാവില്ല. സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് വിശദമായ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ സെൽഫ് എസ്റ്റീം കുറഞ്ഞു. പിന്നെ മറ്റൊന്ന്, ഞാൻ സ്ട്രെസ് പറഞ്ഞുകൊണ്ട് തന്നെ ആങ്സൈറ്റി ഉണ്ടാവും, ഉത്കണ്ഠ. അത് രോഗമൊക്കെ മാറുന്ന കാര്യം നമുക്കറിയാലോ. പിന്നെ അത് കണക്ട് ചെയ്ത് വരുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം ഉണ്ടാവും. ഇതുകൂടാതെ ലീഡ് ടു ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. നമ്മൾ പിന്നീട് എന്താവും, ഈ അസർട്ടീവ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സഹിച്ച് സമൂഹത്തിന് ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് വ്യക്തികൾ പോകും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് വളരെ സീരിയസ് ആയ ഒരു സബ്ജക്റ്റാണിത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണണം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി മനസ്സിലാക്കാം. നമ്മൾ അസർട്ടീവ്നെസ്സിന്റെ അതെന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അത് നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അത്യന്താപേക്ഷിതമായ കാര്യമാണെന്നൊക്കെ പറഞ്ഞു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാളിറ്റിയായി മാറണം, ഒരു ശീലമായി മാറണം. അതായത് നമുക്കത് ഇല്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കണം, അത് നമ്മുടെ ജീവിത വിജയത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അതിന് ആദ്യത്തെ ചുവട് എന്ന് പറയുന്നത് നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കമ്മ്യൂണിക്കേറ്റർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്താണ് എന്ന് ആദ്യം തിരിച്ചറിയണം. അപ്പൊ നമ്മളത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, പൊതുവെ എത്ര ടൈപ്പിലുണ്ട് ജനറലൈസ് ആയിട്ട് നമുക്ക് നോക്കാം. അത് 4 ടൈപ്പാണ്. ഒന്ന് പാസീവാണ്, രണ്ടാമത്തത് അഗ്രസീവാണ്, മൂന്നാമത്തത് പാസീവ് അഗ്രസീവാണ്, നാലാമത്താണ് നമ്മൾ ഈ പറഞ്ഞ അസർട്ടീവ്. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ നമ്മൾ 4 തരം കമ്മ്യൂണിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. പാസീവ് കമ്മ്യൂണിക്കേറ്റർ, അഗ്രസീവ് കമ്മ്യൂണിക്കേറ്റർ, പാസീവ് അഗ്രസീവ് കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ഫൈനലി അസർട്ടീവ് കമ്മ്യൂണിക്കേറ്റർ. നമുക്ക് ഈ പാസീവ് കമ്മ്യൂണിക്കേറ്ററുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവർ ഡോണ്ട് എക്സ്പ്രസ് ദംസെൽസ്. അവർ ഒന്നും തന്നെ ഉള്ളിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും മറ്റുള്ളവരോട് പറയില്ല, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കില്ല. ഡോണ്ട് എക്സ്പ്രസ് ദംസെൽസ്. അവരെ കുറിച്ച് നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല, കാരണം അവരൊന്നും വിട്ടുതരില്ല. രണ്ടാമത്തെ കാര്യം, അവർ ക്രേവ് ആക്സെപ്റ്റൻസ്. ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരം വളരെയധികം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അവരൊന്നും എക്സ്പ്രസ് ചെയ്യില്ല. മൂന്നാമത്തെ കാര്യം, അവരിൽ ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും. ലോ കോൺഫിഡൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലോ കോൺഫിഡൻസ്. പിന്നീടുള്ള ഒരു കാര്യം എന്നറിയോ, ഇവർക്ക് ഈ ഫിയർ ഓഫ് റിജക്ഷൻ കൂടുതലായിരിക്കും. എല്ലാവരും എന്നെ ഒഴിവാക്കുമോ, എല്ലാവരും തള്ളി പറയുമോ തുടങ്ങിയ
രീതിയിലുള്ള ഒരു തോട്ടായിരിക്കും അവർക്ക് ഉണ്ടാവുക, അതായത് ഫിയർ ഓഫ് റിജക്ഷൻ. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത സേ സോറി അലോട്ട്. സാധാരണ എല്ലാവരും സോറി പറയാറുണ്ട്, ഇവർ സോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ, അവരൊന്നും പ്രകടമായിട്ട് ചെയ്യില്ല, അതുകൊണ്ടാണ് ഈ സോറി പറയേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ദേ അവോയ്ഡ് ക്രിറ്റിസിസം ആൻഡ് ഫീഡ്ബാക്ക്. അവർ വിമർശിക്കുന്നതോ അവർക്ക് എന്തെങ്കിലും നിങ്ങൾ ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് തീരെ ഇഷ്ടമല്ല. ഇതൊന്നും കൂടാതെ ദേ ഡോണ്ട് ആസ്ക് ഫോർ ഹെൽപ്പ്. അവർ ഒരാളുടെ ഒരു സഹായം അഭ്യർത്ഥിക്കില്ല. നമുക്ക് എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ചോദിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ ഇത്തരത്തിലുള്ള ആൾക്കാർ ഒന്നും തന്നെ അങ്ങോട്ട് അഭ്യർത്ഥിക്കും. അവർ മറ്റുള്ളവരോടൊന്നും ഇടപെടില്ല കാര്യത്തിൽ. ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷത ഉണ്ടെങ്കിൽ അവർ പാസീവ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. ഇനി രണ്ടാമത്തെ വിഭാഗം അഗ്രസീവ് കമ്മ്യൂണിക്കേറ്റർ. അവരെങ്ങനെയാണ് നമുക്ക് നോക്കാം, അവരുടെ സ്വഭാവങ്ങളൊന്ന് പഠിച്ചു നോക്കാം. ഒന്ന്, എക്സ്പ്രസ് ദംസെൽസ് ബട്ട് ഡിസ്റെസ്പെക്ട് അതേഴ്സ്. അവര് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പറയും, പക്ഷേ അവർ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കൂല, അവരെ ബഹുമാനിക്കുകയും ചെയ്യില്ല. ആ പ്രോസസ്സിനിടയിൽ അവരുടെ പരിപാടി ഏതാ, എക്സ്പ്രസ് ദംസെൽസ് ബട്ട് ഡിസ്റെസ്പെക്ട് അതേഴ്സ് ഇൻ ദ പ്രോസസ്. ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ അവർ മറ്റുള്ളവരെ ബഹുമാനിക്കില്ല. മറ്റൊരു കാര്യം, യൂസ് കൺട്രോൾ ആൻഡ് കമാൻഡ്. അവരെല്ലാം നിയന്ത്രണം ഏറ്റെടുക്കും, അവർ ആജ്ഞാപിക്കുന്ന ടൈപ്പായിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. യൂസ് ഇൻസൾട്ട്സ് ആൻഡ് അക്യൂസേഷൻസ്. അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കുകയും മറ്റുള്ളവരെ അതോടൊപ്പം തന്നെ കുറ്റപ്പെടുത്തലൊക്കെ ഇവർക്ക് ഒരു സ്ഥിരം സ്വഭാവമായിരിക്കും. മറ്റൊന്ന്, ഡോണ്ട് ലിസൺ ടു അതേഴ്സ്. മറ്റുള്ളവരുടെ കാര്യം ഇവർ കേൾക്കുകയില്ല, മറ്റവരെന്ത് പറഞ്ഞാലും ഇവർ ശ്രദ്ധിക്കില്ല, അവരുടെ അഭിപ്രായം പരിഗണിക്കുകയില്ല. അടുത്തത്, ഓൾവേസ് വാണ്ട് ടു ബി റൈറ്റ്. ഇവരെല്ലാം ശരി എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാം ശരിയാവണം, അതാണ് അവരുടെ ഒരു പ്രത്യേകത. അടുത്തത്, ഗിവ് ഹാർഷ് ക്രിറ്റിസിസം. ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ വളരെയധികം മറ്റുള്ളവരെ അടിച്ചാക്ഷേപിക്കുന്ന പോലെയുള്ള ക്രിറ്റിസിസമാണ് ഇവർ ചെയ്യുക, അത് ഗ്രൂപ്പിലായാലും എവിടെയായാലും. മറ്റൊരു പ്രത്യേകത, ദേ ത്രട്ടൺ. അവർ ഭീഷണിപ്പെടുത്തും, അങ്ങനെ ചെയ്തില്ല ഞാൻ ഇങ്ങനെ ചെയ്യും, ത്രട്ടൺ. പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകത, ഡോണ്ട് ഗിവ് റെക്കഗ്നിഷൻ ഓർ കോംപ്ലിമെന്റ്സ്. അവർ മറ്റുള്ളവർ അംഗീകരിക്കുകയോ അവർക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിമെന്റ് കൊടുക്കുക, നിങ്ങൾക്കൊരു സമ്മാനം എന്നല്ല ഉദ്ദേശിക്കുന്നത്, നല്ല വാക്ക് പോലും ഇവർ പറയില്ല. ഇത്തരം ആൾക്കാരിൽ പെടുന്നവരുടെ കമ്മ്യൂണിക്കേറ്റേഴ്സ് ആണ് ഞാൻ ഈ പറഞ്ഞ അഗ്രസീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. ഇനി നമുക്ക് മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് നോക്കാം. അവരുടെ പേര് പാസീവ് അഗ്രസീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. പാസീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഗ്രസീവ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടിന്റെയും കുറെ ഗുണങ്ങളൊക്കെ കാണാം, എങ്കിൽ കുറച്ചും കൂടി ഡോമിനേറ്റ് ചെയ്യുക പാസീവിൻ്റെതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അവരുടെ സ്വഭാവങ്ങളിലേക്ക് നോക്കാം. ആദ്യമായിട്ട് അവര് ഡോണ്ട് എക്സ്പ്രസ് ദംസെൽസ് ഡയറക്ട്ലി. ഒന്നും തന്നെ തുറന്നവർ പറയില്ല, ഡയറക്റ്റ് ആയിട്ട് പറയില്ല, എന്നാൽ മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. അതാണ് ഇവരൊരു വ്യത്യാസം. മറ്റൊന്ന്, മാനിപ്പുലേറ്റ് ടു ഗെറ്റ് വാട്ട് ദേ വാണ്ട്. അവർക്ക് എന്തെങ്കിലും നേട്ടം വേണമെങ്കിൽ അവർ എന്ത് തരം കാര്യങ്ങളും ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും. അതാണ് അവിടെ ഏറ്റവും വലിയ പ്രധാനം. പിന്നെ പലപ്പോഴും അവർ ഗിൽറ്റി, റിസെന്റ്ഫുൾ ആൻഡ് സ്ട്രെസ്ഡ് ആയിരിക്കും. അവർ കുറ്റബോധം, നീരസം അല്ലെങ്കിൽ ടെൻഷൻ, സ്ട്രെസ് ഒക്കെ ഉള്ള സമ്മർദ്ദമൊക്കെ ഉള്ളവർ എപ്പോൾ ഇവരുടെ മുഖത്തുണ്ടാവും. ഫീൽ ലൈക്ക് എ വിക്ടിം. അതാണ് അടുത്ത കാര്യം. അവരെപ്പം പറയും എന്നെ എല്ലാവരും അങ്ങനെ ചെയ്തു, എന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്തു, ഞാനൊരു ഇരയാണ് എന്നർത്ഥത്തിൽ വിക്ടിമായിട്ട് ഇവർ അവരെ തന്നെ കാണും. ഹാവ് ലോ കോൺഫിഡൻസ്. അവർക്ക് ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും. ഓവർ ജസ്റ്റിഫൈ ദെയർ ആക്ഷൻസ്. അവർ ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ചെറിയ കാര്യം ചെയ്യുന്നുണ്ടാവും, അത് വളരെ വലിയതായിട്ട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓവർ ജസ്റ്റിഫൈ ദെയർ ആക്ഷൻസ്. പിന്നെ ഏറ്റവും പ്രധാനം, ഇവർ ബ്ലെയിം അതേഴ്സ്. ഇവർ സമയം കിട്ടിയാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, അതിവരുടെ സ്വഭാവമാണ്. പിന്നെ ഇവർ വേറെ കുഴപ്പം തരുമോ, യൂസ് ദ സൈലന്റ് ട്രീറ്റ്മെന്റ്. ഇവർ രഹസ്യമായിട്ടായിരിക്കും കാര്യങ്ങളെല്ലാം ചെയ്യുകയും നമ്മളെ ഓരോരുത്തർക്കും അപകടം ഉണ്ടാക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യും. അവർ രഹസ്യമായിരിക്കും, ആരും അറിയില്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാസീവ് അഗ്രസീവ് കമ്മ്യൂണിക്കേറ്റേഴ്സിന്റെ സ്വഭാവം. ഇനി അടുത്തത് അസർട്ടീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചു വരുന്ന അസർട്ടീവ് കമ്മ്യൂണിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. അവരുടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഒന്ന്, ഇവർ എക്സ്പ്രസ് കോൺഫിഡൻസ്. ഇവർ ആത്മവിശ്വാസം എപ്പോഴും പുറപ്പെടുവിക്കും. ഇവർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദേ ആർ കോൺഫിഡൻറ്റ്. റെസ്പെക്ട് അതേഴ്സ് ആൻഡ് ദംസെൽസ്. മറ്റവരുടെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് മറ്റവരെ ബഹുമാനിക്കും. അവർ സ്വയം അവർക്ക് അവരുടെ സെൽഫ് എസ്റ്റീം ഒക്കെ വളരെ ഉഷാറായിരിക്കും. അവർ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യും. രണ്ടു കൂട്ടർ, സ്വയവും മറ്റുള്ളവരെ അവർ ബഹുമാനിക്കും. ആർൻറ്റ് റൂഡ് ഓർ മാനിപ്പുലേറ്റിംഗ്. അവരൊരിക്കൽ പോലും വളരെ റൂഡായി പെരുമാറില്ല, അതേപോലെ വളഞ്ഞ വഴി സ്വീകരിക്കില്ല, മാനിപ്പുലേറ്റേഴ്സ് ആയിരിക്കുകയില്ല. മറ്റൊരു പ്രത്യേകത, നോ ആൻഡ് പ്രൊട്ടക്ട് ദെയർ ബൗണ്ടറീസ് ആൻഡ് പ്രയോറിറ്റീസ്. അത് അവരുടെ അതിര് അവർക്ക് വ്യക്തമായിട്ട് അറിയാം, അത് സംരക്ഷിക്കും. അവരുടെ പ്രാധാന്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോവുക. ഇത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ അവർ ഡിസഗ്രി ഓപ്പൺലി. വളരെ തുറന്ന് തന്നെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയും. ഡിസഗ്രി ഓപ്പൺലി. അവർക്ക് ഹാവ് ദെയർ ഓൺ ഒപ്പീനിയൻസ്. അവർക്ക് അവരുടേതായിട്ട് അഭിപ്രായം ഉണ്ടാവും. ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ അവർ കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും.
പിന്നെ മറ്റൊരു പ്രത്യേകത, ലിസൺ ടു അതേഴ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, മറ്റുള്ളവർ പറയുന്നവർ കേൾക്കും. പലരും അതിന്റെ ഒരു പ്രശ്നമാണ്, ലിസൺ ടു അതേഴ്സ്. അടുത്തത്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓവർ ദെയർ ആക്ഷൻസ്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അതിൽ ഒഴിഞ്ഞു മാറില്ല. അവരാണത് ചെയ്യുന്ന, അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഉള്ളത് അവർ ചെയ്യുകയും ചെയ്യും. ഗിവ് ആൻഡ് റിസീവ് ഫീഡ്ബാക്ക് ആൻഡ് പ്രൈസ് എഫക്റ്റീവ്ലി. നമുക്ക് എന്തെങ്കിലും ഒരാൾ പറഞ്ഞത്, നമ്മുടെ ഒരു കുറ്റം പറഞ്ഞാൽ, കുറ്റമല്ല, ഒരു കറക്ഷൻസ് പറഞ്ഞാൽ അത് അവർ വളരെ ആ ഫീഡ്ബാക്ക് പോസിറ്റീവായിട്ടാണ് എടുക്കുക. ഇനി നല്ല കാര്യങ്ങൾ ചെയ്തവരെ അവർ പ്രൈസ് ചെയ്യും, അവർ അഭിനന്ദിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു കാര്യം, പ്രൊമോട്ട് ദംസെൽസ് ആൻഡ് അതേഴ്സ്. അവരെ കുറിച്ച് തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യും, മറ്റുള്ളവരെ അവർ നന്നായി പ്രൊമോട്ട് ചെയ്യും. ഇയാൾക്ക് ഇന്ന കഴിവുണ്ട്, ഇന്ന പോലെ കാര്യമുണ്ട്. മറ്റൊന്ന്, ആസ്ക് ഫോർ വാട്ട് ദേ വാണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിലും അവർ ചോദിക്കാൻ അവർക്കൊരു മടിയില്ല, അതിലൊരു നാണക്കേടോ കാര്യങ്ങളോ അവർക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് അസേർട്ടീവ് കമ്മ്യൂണിക്കേറ്റേഴ്സിന്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 4 കാര്യങ്ങൾ ബോധ്യമായിട്ട് നിങ്ങൾ ഇതിൽ ഏതിൽ പെടുന്നു എന്നൊരു ധാരണയുണ്ടാവും. അതിവിടെ ടൈപ്പ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല, സ്വയം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. 2030 ആകുമ്പോഴേക്കും 1,00,000 വ്യക്തികളിലും അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളിലേക്കും ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എംപവർമെന്റ് എന്നീ വിഷയങ്ങളിലുള്ള സമഗ്രമായ അറിവെത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങളും റിസർച്ചുകളുമാണ് ഞങ്ങൾ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്തു വരുന്നത്. ഇതിൽ നിങ്ങളുടെ സഹായം അല്ലെങ്കിൽ സഹകരണം ഞങ്ങൾക്ക് കൂടിയേ തീരും. ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം ഏറെ വിലപ്പെട്ട കമന്റുകൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. ഒന്ന്, ഈ വിഷയത്തിൽ എന്നേക്കാൾ ഒരുപാട് അറിവുള്ള പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായങ്ങളോടെ കമന്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമാകും. ഈ കമന്റുകൾ വായിക്കുന്നത് ഞങ്ങൾക്ക് പേഴ്സണലി ഒരു ഊർജം നൽകുന്ന പ്രവർത്തനം കൂടിയാണ്. അതോടൊപ്പം പുതുതായി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് വിജ്ഞാനപ്രദമായ വീഡിയോകൾ ഞങ്ങൾ ഇനിയും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അവ നിങ്ങൾക്ക് ലഭിക്കാൻ അതേറെ സഹായകമാകും. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താണ്? നമ്മൾ ഏത് കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് മനസ്സിലായി. അത് നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ്, റൈറ്റ് മൈൻഡ് സെറ്റ്. നമുക്ക് ഒരു അസേർട്ടീവ് ആവണമെങ്കിൽ, അസേർട്ടീവ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു റൈറ്റ് മൈൻഡ് സെറ്റ് വേണം. അവന് 5 ബിലീഫ്സ്, അസേർട്ടീവ് ബിലീഫ്സ് എന്നാണ് പറയുന്നത്. അത് ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക്. ഒന്നാമത്തെ ബിലീഫ് എന്ന് പറയുന്നത്, ഐ ഡിസേർവ് ടു ബി ഹാപ്പി ആൻഡ് ഐ ആം ഇൻ ചാർജ് ഓഫ് മൈ ഹാപ്പിനെസ്. ഞാൻ സന്തോഷിക്കാൻ അർഹതപ്പെട്ട ഒരാളാണ്. എനിക്ക് ഐ ഡിസേർവ് ടു ബി ഹാപ്പി ആൻഡ് ഐ ആം ഇൻ ചാർജ് ഓഫ് മൈ ഹാപ്പിനെസ്. എൻ്റെ സന്തോഷത്തിന്റെ ഉത്തരവാദി ഞാൻ മാത്രമാണ്. ഇപ്പൊ എനിക്ക് ധനം വേണം, ഹെൽത്ത് വേണം, വെൽബീയിങ് വേണം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ലൈഫ് സ്റ്റൈൽ വേണം. ഇതൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം. എന്നിട്ട് അതൊക്കെ വഴി നമുക്ക് സന്തോഷം കിട്ടാനും നമുക്ക് തന്നെ അർഹതയുണ്ട്. ഇതാണ് ഒന്നാമത്തെ ബിലീഫ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഐ ഡിസേർവ് ടു ബി ഹാപ്പി ആൻഡ് ഐ ആം ഇൻ ചാർജ് ഓഫ് മൈ ഹാപ്പിനെസ്. ഇനി രണ്ടാമത്തെ ബിലീഫ് നോക്കാം നമുക്ക്. ഐ ആം നോട്ട് ബെറ്റർ ഓർ വേഴ്സ് ദാൻ അതേഴ്സ്. ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയ കഴിവുള്ള ആളോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കഴിവ് കുറഞ്ഞ ആളോ അല്ല. അതാണ് ആ ഒരു സ്ഥിരത എന്ന് പറയുന്നത്. ഐ ആം നോട്ട് ബെറ്റർ ഓർ വേഴ്സ് ദാൻ അതേഴ്സ്. ചിലവർ പറയും ഞാൻ വലിയ ബെറ്റർ ആണ്. അങ്ങനെയല്ല. നമ്മൾ സാധാരണ എല്ലാവർക്കുള്ള കഴിവുള്ള ഒരാളായി മാത്രം നമ്മളെ കാണുക എന്നുള്ളതാണ് രണ്ടാമത്തെ അസേർട്ടീവ് ബിലീഫ് എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ഇറ്റ് ഈസ് ഓക്കെ ഇറ്റ് ഫെയിൽ, മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ചേഞ്ച് മൈ മൈൻഡ്. പലപ്പോഴും പരാജയം നമുക്കുണ്ടാവും, അതൊക്കെയാണ്, നമുക്ക് സംഭവിക്കാം. ഫെയിലിയർ ഉണ്ടാവും, ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കും. പക്ഷേ അതിൽ സ്ഥിരമായി നിൽക്കാതെ ഐ ക്യാൻ ചേഞ്ച് മൈ മൈൻഡ്, ഞാനത് മനസ്സിലാക്കി തിരുത്തി ഇനി അതില്ലാതെ മുന്നോട്ട് പോകും എന്ന ഒരു ബിലീഫ് സിസ്റ്റമാണ് മൂന്നാമത്തത്. നാലാമത്തെ വിശ്വാസം എന്ന് പറയുന്നത്, ഐ ആം ഫ്രീ ടു ഡു വാട്ട് എവർ ഐ വാണ്ട് ആൻഡ് ടു അസ്യൂം ദ കോൺസിക്വൻസസ്. ഐ ആം ഫ്രീ ടു ഡു വാട്ട് എവർ ഐ വാണ്ട്. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അതിന്റെ കോൺസിക്വൻസ് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ആക്ഷൻസ്. അതാണ് നാലാമത്തെ ബിലീഫ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ബിലീഫ് എന്താണ്? മൈ നീഡ്സ്, ഡിസയേഴ്സ് ആൻഡ് ഫീലിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ആവശ്യങ്ങൾ,
എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ വികാരങ്ങൾ ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഒന്നിനും ഇടപെടാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നുമുണ്ട്. പക്ഷെ എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ വികാരങ്ങളും ഒക്കെ തന്നെ വളരെ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഒരു അസേർട്ടീവ് കമ്മ്യൂണിക്കേറ്റർ തീരുമാനിച്ചിരിക്കും. ഇങ്ങനെയുള്ള 5 വിശ്വാസങ്ങൾ അല്ലെ ബിലീഫ്സ് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു അസേർട്ടീവ് കമ്മ്യൂണിക്കേറ്ററായി മാറ്റാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം, റൈറ്റ് ബോഡി ലാംഗ്വേജ്, ശരിയായ ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു അസേർട്ടീവ് കമ്മ്യൂണിക്കേറ്റർ എങ്ങനെയായിരിക്കണം അവരുടെ ബോഡി ലാംഗ്വേജ് ക്രമീകരിക്കേണ്ടതെന്നാണ് ഇനി പറയുന്നത്. അതിൽ ബോഡി ലാംഗ്വേജിൽ വരുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസ്റ്റേഴ്സാണ്. പോസ്റ്റർ, നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതായത് നമ്മുടെ കൈകളൊക്കെ സൈഡിലായിരിക്കണം, നമ്മുടെ തുറന്ന മനോഭാവത്തോടു കൂടി ഒരു പോസ്റ്റർ ആയിരിക്കണം, നടുവൊന്ന് വളഞ്ഞിരിക്കരുത്, നട്ടല് വളയാൻ പാടില്ല, സ്റ്റഡി ആയിട്ടിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു കാര്യം ഐ കോണ്ടാക്റ്റ് ആണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഐയിലൂടെ, കണ്ണിലൂടെയാണ്. കണ്ണിലേക്ക് തന്നെ നോക്കുക. അതേപോലെ റിലാക്സ്ഡ് ആയിരിക്കണം, അല്ലാതെ ഒരു ടെൻഷനുള്ള കണ്ണുകളാവാൻ പാടില്ല. റിലാക്സ്ഡ് ആയിരിക്കണം. അത് താഴത്തോട്ട് നോക്കരുത്, അത് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണം. ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരോട് നേരിട്ട് നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഐ കോണ്ടാക്റ്റിൽ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഏറ്റവും പ്രധാനം നമ്മുടെ കൈകളാണ്, ഹാൻഡ്സ്. പലരും ഇത് പോക്കറ്റിലൊക്കെ ഇട്ട് എടുക്കാതെ അവിടെ തന്നെ ഇട്ട് വയ്ക്കും. അതൊക്കെ വളരെ ശരിയായ ഒരു നടപടിയല്ല. അത് പാംസ്, കൈകളൊക്കെ മുകളിലോട്ട് വരുന്നില്ല, പാംസ് അപ്പായിരിക്കണം. നിങ്ങൾ ചിത്രത്തിൽ മനസ്സിലാവുന്നുണ്ടാവും. നമുക്ക് അതുപോലെ തന്നെ കൈകൾ കാണണം, എവിടെയും ഒളിച്ചു വെക്കരുത്, പോക്കറ്റിൽ നിന്ന് ഒളിച്ചു വെക്കരുത്. അപ്പൊ ഹാൻഡ്സ് പിടിക്കേണ്ട ക്രമം നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന് ഹെഡാണ്. പലരും ഈ തറയിലോട്ട് നോക്കിയിരിക്കുന്ന മറ്റുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നേരെ നോക്കില്ല. അത് സ്ട്രെയിറ്റ് ആയിരിക്കണം, അത് സെന്റേഡ് ആയിരിക്കണം, നേരെ ആയിരിക്കണം. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചിട്ടൊന്നും പാടില്ല, നോട്ട് ടിൽറ്റഡ്. അതും വളരെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഏറ്റവും പ്രധാനം നമ്മുടെ ശബ്ദമാണ്, വോയിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾക്ക് ഓരോ തരത്തിലുള്ള ശബ്ദമാണ്, അതല്ല വിഷയം. അത് വളരെ കാം ആയിരിക്കണം, അത് ഫേം ആയിരിക്കണം, ഉറച്ച ശബ്ദമായിരിക്കണം, ഇത് കോൺവെർസേഷണൽ ടൈപ്പ് ആയിരിക്കണം. നമുക്ക് മറ്റോട് പറയുമ്പോൾ അതിന് വേണ്ടുന്ന മോഡുലേഷനും ഇൻറ്റോനേഷനും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അതനുസരിച്ചുള്ള വോയിസ് മോഡുലേഷനോട് കൂടി നമ്മൾ പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ ഈ ബോഡി ലാംഗ്വേജിന്റെ 5 കാര്യങ്ങൾ, പോസ്റ്റർ, ഐ കോൺടാക്ട്, ഹാൻഡ്സ്, ഹെഡ്, വോയിസ് എന്നിവ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുകയും അതൊരു അസേർട്ടീവ് കമ്മ്യൂണിക്കേറ്ററുടെ രീതിയിലേക്ക് മാറ്റുകയും വേണം. ഒരു പാസീവ് ലെവലിലേക്ക് ആവാൻ പാടില്ല. ഇനി 4ാമത്തെ കാര്യം, സ്റ്റെപ്പ് എന്താണെന്നറിയോ? അഡോപ്റ്റ് റൈറ്റ് എക്സ്പ്രഷൻസ്. നമ്മളുടെ എക്സ്പ്രഷൻസ് എങ്ങനെയൊക്കെ ശരിയാക്കി എടുക്കണം. ഞാനിത് 3 പേഴ്സണാലിറ്റി, പ്രധാനമായും പാസീവ്, അഗ്രസീവ്, അസേർട്ടീവ്, അവരുടെ എക്സ്പ്രഷൻസിനെ കുറിച്ച് വിശദമായിട്ട് പറയാം. അതൊന്ന് ശ്രദ്ധിക്കും. ആദ്യമായി പാസീവ് എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? അവർ പലരും ഇങ്ങനെ പറയാം, മേ ബി ആവട്ടെ, ഐ തിങ്ക്, ഞാൻ ചിന്തിക്കട്ടെ, ഐ കുഡിൻറ്റ്, എനിക്കത് പറ്റില്ല, വാട്ട് എവർ വർക്ക്സ് ഫോർ യു, നിങ്ങൾക്ക് പറ്റും എനിക്ക് പറ്റില്ല എന്നല്ല, ഐ ഡോണ്ട് നോ. ഇങ്ങനെ തുടങ്ങിയ ഒരു എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ അത് പാസീവ് എക്സ്പ്രഷൻ ആയിട്ടാണ് പറയുക. ഇനി അഗ്രസീവ് ആയിട്ടുള്ള എക്സ്പ്രഷനിൽ വരുമ്പോൾ പറയാറുണ്ട്, അവർ കുറച്ചും കൂടി ഡോമിനന്റ് ആയിട്ടാണ് പറയുക, യു ആർ സ്റ്റുപ്പിഡ്, ഐ ആം റൈറ്റ്, ഫോർഗെറ്റ് ഇറ്റ്, യു ആർ റോങ്. ഇങ്ങനെയൊക്കെ പറയുന്ന കമ്മ്യൂണിക്കേഷൻ അഗ്രസീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കും. ഇനി നമ്മൾ ഏറ്റവും അത്യാവശ്യമായി നമുക്ക് ആവശ്യമുള്ള അസേർട്ടീവ് ആയിട്ടുള്ള ഒരാളുടെ എക്സ്പ്രഷൻസ് എങ്ങനെയാണോ? കുഡ് യു, കുറച്ചുകൊണ്ട് വിനയത്തോടെ, കുഡ് യു പ്ലീസ് ദാറ്റ്, ഓർ കുഡ് യു ക്ലാരിഫൈ ഇറ്റ് എന്നൊക്കെ പറയില്ലേ. ഐ ഫീൽ ആൻഡ് വാട്ട് യു ഡു ദിസ്, വാട്ട് ഡിഡ് യു ഡു ദിസ്, നിങ്ങൾ എന്താണ് ഇത് ചെയ്തത്? ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പെർസ്പെക്റ്റീവ്, എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലായി. അതുപോലെ ഐ തിങ്ക്, ഐ നീഡ്, ഐ വോണ്ട് തുടങ്ങിയ എക്സ്പ്രഷൻസ് ഒക്കെ അസേർട്ടീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സിൻ്റെതായിരിക്കും. അപ്പം നമ്മുടെ ഇത് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, അത് ഇതിൻ്റെ ഏതാണ്ട് സമാനമായ ഉദാഹരണങ്ങൾ കൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ എക്സ്പ്രഷൻ അസേർട്ടീവ് ആക്കി മാറ്റാൻ. ഇനി നമുക്ക് 5ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഇത് കുറെ സ്ട്രാറ്റജീസ് ആണ്. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൊല്യൂഷൻ പാർട്ടിലൊക്കെ സ്ഥിരമായി നമ്മുടെ വെബിനാർ പറയുന്ന പോലെ സൊല്യൂഷൻസ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമുണ്ട്. അസേർട്ടീവ് ആവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് 4 കാറ്റഗറി ആയിട്ടാണ് ഉള്ളത്. ഒന്ന്, മാനേജ് യുവർ നെഗറ്റീവ് ഇമോഷൻസ്. രണ്ടാമത്തത്, ബി ക്യൂരിയസ്. മൂന്നാമത്തത്, എക്സ്പ്രസ് യുവർ സെൽഫ്. നാലാമത്തത്, അവോയ്ഡ് വീക്ക് ലാംഗ്വേജ്.
ഈ 4 കാറ്റഗറിയിലായിട്ടാണ് ഈ സ്ട്രാറ്റജീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ കാറ്റഗറിയിലേക്ക് പോകാം. അത് മാനേജ് നെഗറ്റീവ് ഇമോഷൻസ് എന്നാണ്. പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ്, നിരാശകൾ, ദുഃഖങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് വരുന്നത്. ഇത് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനൊന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് തിരിച്ചറിയുക, എനിക്ക് ഇങ്ങനെ ഒരു വികാരം വന്നിട്ടുണ്ട്. നമ്മൾ പറയാറില്ലേ, നെയിം ഇറ്റ് ആൻഡ് ടേം ഇറ്റ്. അതിനൊന്ന് ലേബൽ ചെയ്യുക. അപ്പോൾ എന്താവും, അതൊന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. എന്നിട്ട് വേണമെങ്കിൽ അത് നമുക്കൊന്ന് പിന്നീട് കുറിച്ചെടുക്കാം, അല്ലെങ്കിൽ ആ സമയത്തോ പിന്നീടോ കുറിച്ചെടുക്കാം. ജേർണലിംഗ് കൂടെ ഇതിൻ്റെ കൂടെ നല്ലതായിരിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ പിന്നീട് നമുക്കൊരു സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഇതിനൊന്ന് ഐഡന്റിഫൈ ചെയ്യാനൊന്ന് മനസ്സിലാക്കാനും അതെനിക്കുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാനുമാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കണം. ക്വസ്റ്റ്യൻ, എന്താണ് ഇങ്ങനെ ഒരു വികാരം വരാൻ കാരണം? അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ലഭിക്കും. ക്ലാരിറ്റിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി അസർട്ടീവ്നെസ് കുറയാനുള്ള കാരണം. ഈ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ ഈ നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സെൽഫ് എസ്റ്റീം അങ്ങ് കുറഞ്ഞു പോകും. ഈ സെൽഫ് എസ്റ്റീം കുറഞ്ഞു പോകുമ്പോൾ എന്താ പ്രശ്നം, പിന്നീട് നമുക്ക് നന്നായി ഒരു അസർട്ടീവ് ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്ത് അത് എവിടുന്ന് വന്നു എന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം നമ്മളതിനെ മാനേജ് ചെയ്യാം. അതെങ്ങനെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ കുറച്ച് സമയം എടുത്തൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മളൊരു കപ്പ് കാപ്പി കഴിക്കുക, അല്ലെങ്കിൽ ചായ കുടിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നെഗോഷിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുക, ഒരാളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കുറഞ്ഞു പോകുന്നത്, ഇതൊന്നും ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. ആ സമയത്ത് ആ തോട്ടിനെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക. നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്, കുറച്ച് പ്രാക്ടീസ് വേണമെന്നേ ഉള്ളൂ. ഈ തോട്ട്സ്, നെഗറ്റീവ് ഇമോഷൻ്റെ തോട്ട്സിനെ ഒന്ന് സ്വിച്ച് ഓവർ ചെയ്തിട്ട് കുറച്ചും കൂടെ സ്ട്രെങ്തൻ തോട്ട്സിലേക്ക് മാറ്റുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നെഗറ്റീവ് ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. അത് അസർട്ടീവ്നെസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാറ്റഗറിയാണ്, ഒരു കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് പിന്നീടുള്ള എന്തിനാ ജേർണൽ ചെയ്യുന്നതെന്നും കൂടെ ഞാൻ പറയാം. കുറേ കഴിയുമ്പോഴൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ നമ്മൾ ഒരു മാറ്റത്തിന് വിധേയമാകുമ്പോൾ നമ്മൾ അസർട്ടീവ് ആവും. അതാണ് ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, മാനേജിങ് യുവർ നെഗറ്റീവ് ഇമോഷൻസ് എന്ന സ്ട്രാറ്റജി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബി ക്യൂരിയസ് എന്നാണ്. നമ്മൾ പൊതുവെ നോക്കിയാൽ നമ്മൾ നല്ലൊരു കേൾവിക്കാരല്ല. ഭൂരിഭാഗം ആൾക്കാരും കേൾവിക്കാരേക്കാൾ അങ്ങോട്ട് സംഭാഷണപ്രിയരാണ്. മറ്റുള്ള പറയുന്നത് ശാന്തമായി പൂർണ്ണമായി കേൾക്കുന്ന ഒരു സ്വഭാവം പൊതുവെ നമുക്ക് കുറവാണ്. അതാണ് ഇവിടെ ഉണ്ടാക്കണമെന്ന് പറയുന്നത്. അസർട്ടീവ് ആവുന്ന സമയത്ത് നമ്മൾ വളരെ ക്യൂരിയസ് ആയി ലിസൺ അറ്റൻറ്റീവ്ലി ഓർ ലിസൺ ആക്റ്റീവ്ലി, ശ്രദ്ധിച്ച് കേൾക്കുക. അവർ പറയുന്ന പൂർണ്ണമായിട്ട് കേൾക്കുക. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, പകുതി കേൾക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആശയങ്ങൾ പകുതിയായിരിക്കും, ഒരു പൂർണ്ണമാവില്ല. അപ്പം നമ്മൾ ബ്ലെയിം ചെയ്യും, കുറ്റപ്പെടും. അപ്പം അത് ഒഴിവാക്കാനാണ് ഈ പറഞ്ഞത് പൂർണ്ണമായി കേൾക്കുക. അതോടൊപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യം, അവരുടെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുക. ആസ്ക് ക്വസ്റ്റ്യൻസ്, ക്ലിയർ ക്വസ്റ്റ്യൻസ്. എന്താണ് അത്? ചിലപ്പോൾ നമ്മളൊരു ഉത്തരം പറയേണ്ട കാര്യമായിരിക്കും, പക്ഷെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതിന് വേണം മറ്റു വാക്ക് ഉപയോഗിക്കാം, ഇൻവെസ്റ്റിഗേറ്റ് ദ ക്രിറ്റിസിസം എന്ന് പറയാം. എന്താണ് ആ വിമർശനം, നമുക്ക് നമ്മോട് പ്രതികരിക്കേണ്ട കാര്യത്തിൻ്റെ വിമർശനം എന്താണ്, അതിനൊന്ന് കൃത്യമായ ചോദ്യങ്ങളിലൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. പിന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഇംഗ്ലീഷിലാണെങ്കിൽ ബട്ട് എന്ന് ഉപയോഗിക്കാതെ ആൻഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഉദാഹരണം, യു സ്റ്റഡീഡ് ബട്ട് ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ ബട്ട് അവിടെ ഫെയിൽഡിനാണ് പ്രാധാന്യം പോകുന്നത്. രണ്ടാമത് പറയുന്ന പക്ഷേക്ക് നമുക്കൊരു നെഗറ്റീവ് ആൻസറാണ് പലപ്പോഴും വരിക. അതിന് പകരം ആൻഡ് ചേർത്തിട്ട്, അതായത് നമുക്ക് ആൻഡ് യു ക്യാൻ ഡു ദിസ് ഓൾസോ, നിങ്ങൾക്ക് ഇതും കൂടെ ചെയ്തുകൂടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ആ കേൾവിക്കാരനെ കൂടെ ഉൾപ്പെടുത്തിത്തക്ക വിധത്തിലുള്ള ഒരു ശ്രദ്ധയോടുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക, അസർട്ടീവ് ആവും. ബി ക്യൂരിയസ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിലേക്കാണ് നമ്മൾ പോകുന്നത്, എക്സ്പ്രസ് യുവർ സെൽഫ്. നമ്മൾ എന്താണ് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് ആ ഇൻറ്റൻഷൻ വളരെ കറക്റ്റായിരിക്കണം. നമ്മുടെ ആ ഇൻറ്റൻഷൻ, എന്തിനാണത് പറയുന്നത്, അത് ഏത് വികാരത്തെയോടെ, ഏത് ഫീലിങ്ങോടുകൂടി വേണേൽ പറഞ്ഞത്, നമ്മുടെ ഡിസയർ എന്താണ്, ഇതൊക്കെ തന്നെ വ്യക്തമായി ആ കേൾവിക്കാരന് മനസ്സിലാവണം. അല്ല ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവണം. പലരും ഈ വികാരങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ ഒളിച്ചു വെച്ചിട്ടാണ് പറയാം, ഒരു അഭിനയം പോലെ. അത് നടക്കില്ല. എക്സ്പ്രസ് യുവർ സെൽഫ് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ എന്നത് കൃത്യമായി ആ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പലരും ഉള്ളിൽ പറയും, പൂർണ്ണമായിട്ടും പറയില്ല, ഉള്ളിൽ കുറച്ച് കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ പറയുന്നത് വേറൊന്നായിരിക്കും. ഇതൊക്കെ വരുന്നതിന് പകരം ആ ഇൻറ്റൻഷൻ കറക്റ്റ് ആയിരിക്കണം.
എന്താണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ പറയുന്ന കാര്യങ്ങളുടെ ഇൻറ്റൻഷൻ കറക്റ്റ് ആയിരിക്കണം, അതിൻ്റെ ഡിസയർ ശരിയായിരിക്കണം, അതിൻ്റെ ഫീലിങ്സ് ഇതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാവണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഐ എന്ന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാം, ഞാനാണെങ്കിൽ ഇങ്ങനെയാണത് കാണാൻ ശ്രമിക്കുന്നത്, ഞാനാണെങ്കിൽ അത് ഇങ്ങനെയാണ് പറയുക എന്ന് പറയുമ്പോൾ പ്രശ്നമില്ല. അല്ലാണ്ട് നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഈഗോ നമ്മൾ ടച്ച് ചെയ്യും. അപ്പം എക്സ്പ്രസ് യുവർ സെൽഫ്, നിങ്ങളുടെ എന്താണെന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാവണം. ഒന്നും ഒളിച്ചു വെക്കരുത്. ഇമോഷൻസ് ആയാലും ഈ ഫീലിങ്സ് ആയാലും എന്തോ നമ്മൾ ഒളിച്ചു വെക്കാൻ പാടില്ല. ഹൈഡിങ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അതിന് പകരം എക്സ്പ്രസ് യുവർ സെൽഫ് ഇൻ ദ റിയൽ വേ. അതാണ് എക്സ്പ്രസ് യുവർ സെൽഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ 4ാമത്തെ കാറ്റഗറിയിലേക്ക് പോവാണ്, അവോയ്ഡ് വീക്ക് ലാംഗ്വേജ്. ചിലർക്കൊരു സ്വഭാവമുണ്ട്, സോറി പറഞ്ഞുകൊണ്ടേയിരിക്കും, എല്ലാത്തിനും സോറി പറയും. സോറി പറയേണ്ടതെന്നല്ല, അത്യാവശ്യത്തിന് മാത്രമേ സോറി പറയണ്ടൂ. ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമുക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ലാംഗ്വേജ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ വളരെ എനർജിയിലായിരിക്കണം നമ്മൾ പറയേണ്ടത്. ആ ലാംഗ്വേജിന് എനർജി വേണം, എന്തൂസിയാസം വേണം. എങ്കിലും ആ ലിസണർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയ ആൾ ഉള്ളിൽ തട്ടിയാണ് പറയുന്നത്. അതേപോലെ തന്നെ ചിലവരെ സമയത്തോളം നമ്മൾ ബ്രോക്കൺ റെക്കോർഡ് എന്ന് പറയും. അതായത് ഒരിക്കൽ മാത്രം പറഞ്ഞാൽ പോരെ. ഇപ്പോൾ സെയിൽസ് പീപ്പിൾ എല്ലാം ആകുമ്പോൾ കുറേ 1, 2, 3 പ്രാവശ്യം കസ്റ്റമറോട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ പറയുന്നു, കാരണം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഞാൻ കേൾക്കുന്ന ആള് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. അതായത് ഇതിനെ നമ്മൾ ബ്രോക്കൺ റെക്കോർഡ് ടെക്നിക്ക് എന്നാണ് പറയാം. അതായത് നമ്മൾ പറയുന്നത് 1, 2 തവണ ആവർത്തിച്ച് അവർക്ക് മനസ്സിലാവാൻ, അതും കൂടുതലാവരുത്, ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പറയുന്നത് ഷോർട്ടായിരിക്കണം, കുറേ ലെങ്തി ആവാൻ പാടില്ല. അതായത് കാര്യങ്ങൾ മനസ്സിലാകത്തക്ക വിധത്തിൽ ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ പറയാൻ ശ്രദ്ധിക്കുക. കീപ് ഇറ്റ് ഷോർട്ട്. അത് നമ്മൾ ലാംഗ്വേജിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അസർട്ടീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറാൻ പറ്റും. അസർട്ടീവ്നെസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലാംഗ്വേജ് എന്ന കാര്യം പഠിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം അവോയ്ഡ് വീക്ക് ലാംഗ്വേജ്. ഞാൻ നേരത്തെ പറഞ്ഞ സോറി പോലത്തെ കാര്യങ്ങൾ അധികം പറയാതിരിക്കും. അതോടൊപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഓവർ ജസ്റ്റിഫിക്കേഷൻ പാടില്ല. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് ഓവർ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ നിങ്ങളെ ന്യായീകരിക്കാനായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ സമയം പറയുന്നത് നല്ലതല്ല. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ ഓവറായിട്ട് പാടില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അസർട്ടീവ്നെസ്സിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ ഇപ്രാവശ്യം പഠിച്ചു. ഞാൻ 1-2 കാര്യങ്ങൾ കൂടെ പറയട്ടെ. ഒന്ന്, ഇത് വീടുകളിലൊന്നും അത്ര പ്രാധാന്യമായിട്ട് നിങ്ങൾ കാണുന്നില്ല, ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുന്നത് ജോലി സ്ഥലത്താണ് അല്ലെങ്കിൽ പൊതുവേദികളിലാണ്. അവിടെയൊക്കെയുള്ള നമ്മുടെ പെരുമാറ്റവും അല്ലെങ്കിൽ നമ്മുടെ ആ സംഭാഷണവും ഒക്കെയാണ് നമ്മുടെ വ്യക്തിത്വത്തിന് കാരണമാകുന്നത്. അത് വെച്ചിട്ടാണ് ജനങ്ങൾ നമ്മളെ വിലയിരുത്തുന്നത്. നമ്മുടെ ഐഡന്റിറ്റി അവിടെ വ്യക്തമാക്കുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളാണ്. അവിടെയാണ് ഈ അസർട്ടീവ്നെസ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യേണ്ടത്. മറ്റൊന്ന്, സ്ട്രെസ് കുറക്കാൻ ഇതേറെ സഹായിക്കും. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ചുരുക്കമായി പറയാണ്. സ്ട്രെസ് കുറക്കാനും ഇതേറെ സഹായിക്കും. അത് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. മറ്റൊന്ന്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഇവ വർദ്ധിപ്പിക്കാൻ അസർട്ടീവ്നെസ് ഏറെ സഹായിക്കും. എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, പ്രത്യേകിച്ച് ഇനി വരുന്ന തലമുറയായ കുട്ടികളിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. രക്ഷിതാക്കൾ ഇത് മനസ്സിലാക്കണം. ഈ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരും ഇത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ അസർട്ടീവ്നെസ്സിനെ കുറിച്ചൊന്നും എവിടെയും പഠിപ്പിക്കാനൊന്നുമില്ല. അത് നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള അറിവിൽ നിന്നാണ്. അതുകൊണ്ട് ഇത് പരമാവധി ആൾക്കാരിലേക്ക് ഈ അറിവ് നിങ്ങൾ എത്തിക്കുക എന്നതും നിങ്ങൾ പഠിച്ച് പറഞ്ഞു കൊടുക്കുക എന്നതും ഒരു കർത്തവ്യമായി ഏറ്റെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റമുണ്ടാക്കാവുന്ന ഒട്ടനവധി അറിവുകൾ ഈ എപ്പിസോഡിൽ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇത് പരമാവധി ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അതിന് നിങ്ങളുടെ സഹായം കൂടിയേ തീരും. പരമാവധി ലൈക്ക് ചെയ്യുക. അതോടൊപ്പം വേണ്ടപ്പെട്ടവരിലേക്ക്, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, എല്ലാവരിലേക്കും, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ഇത് ഷെയർ ചെയ്യുക. കാരണം അവർ അത് പഠിക്കട്ടെ. നിങ്ങളുടെ ഈ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാകും. അതോടൊപ്പം കമൻറ്റ്സ് മറക്കരുത്. കാരണം ഈ വിഷയത്തിൽ എന്നേക്കാൾ അറിവുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. അവരുടെ അറിവുകൾ കൂടി അവിടെ രേഖപ്പെടുത്തുമ്പോൾ അത് വായിക്കുന്ന പ്രേക്ഷകർക്ക് കൂടുതൽ അറിവ് ലഭിക്കും. നിങ്ങളുടെ അത്തരത്തിലുള്ള ഒരു സഹായം കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്ലീസ് കമൻറ്റ് ഓൾസോ. ഇത് ആദ്യമായി കാണുന്ന പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഇത്തരം വിജ്ഞാനപ്രദമായ അറിവുകളുള്ള വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ നിങ്ങൾക്ക് ഇനി ലഭിക്കാനുണ്ട്. അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഇത് സഹായിക്കും. താങ്ക് യു. Inspired by Altruistic Association of India, a non-profit non-religious entity.